എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വേർബ് മോഷൻ ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേർബ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. വേർബ് മോഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൽ മെക്കാനിക്കൽ വേർബ്സ്, നോൺ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേർബ്സ് എന്ന ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. അതിൽ തന്നെ മെക്കാനിക്കൽ വേർബ്സിൻ്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ട്രാൻസ്വേഴ്സ് വേർബും ലോഞ്ചിറ്റ്യൂഡിനൽ വേർബും എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം വേർബ് ഫ്രണ്ട് എന്താണെന്ന് പറഞ്ഞു. പ്ലെയിൻ വേർബ് ഫ്രണ്ടും സ്ഫെറിക്കൽ വേർബ് ഫ്രണ്ടും എന്നിങ്ങനെ രണ്ട് തരം വേർബ് ഫ്രണ്ട്സിനെ കുറിച്ച് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ വേർബ് ഇക്വേഷൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ, വേർബ് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തെടുത്തിരുന്നു. അത് 3 ഡയമെൻഷനിൽ ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഡൗ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന ഫോമിലാണെങ്കിൽ 1 ഡയമെൻഷണൽ കേസിൽ അത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസിക്വൽ ടു വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന രൂപത്തിലായി. അല്ലെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 1/v സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന ഫോമിലായിരിക്കും. അതിന് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഒരു ജനറൽ ഇക്വേഷൻ എന്ന ഫോമിൽ നമ്മൾ സൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ ഡോട്ട് ആർ പ്ലസ് ഫൈവ് എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഒരു ജനറൽ വേർബ് ഇക്വേഷൻ്റെ ഫോമിലായിരിക്കും എന്ന് നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു ജനറൽ വേർബ് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേർബിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേർബ്സിനെ പറ്റിയാണ്. They are called plain progressive harmonic verb. Plain progressive harmonic verb. 3 വാക്കുകളാണ് അവിടെ വേർബിനോടൊപ്പം നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ വാക്കിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. ഒന്ന്, ആദ്യത്തെ വാക്ക് പ്ലെയിൻ. പ്ലെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ വേർബ് ഫ്രണ്ട്. ആ വേർബിൻ്റെ വേർബ് ഫ്രണ്ട് ഒരു പ്ലെയിൻ വേർബ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആണെന്നാണ്. പ്രോഗ്രസീവ് ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ഇസ് നോ അറ്റന്യുവേഷൻ. അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. അറ്റന്വേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു വേർബ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അത് ക്യാരി ചെയ്യുന്ന എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഫുൾ എനർജിയും ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ നോ അറ്റന്വേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അറ്റന്വേഷൻ ഇല്ലാത്തൊരു വേർബ് വളരെ അസാധ്യമാണ്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ വേർബ്സിന്റെ കാര്യത്തിൽ. ഇപ്പം നമ്മൾ ഒരു സ്പീക്കറിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന സൗണ്ട്, നമ്മൾ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീക്കറിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും ശബ്ദത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും അല്ലെ. അത് വളരെ നാച്ചുറലാണ്. അതിന് കാരണം എന്താണ്? ഈ ശബ്ദം ഈ എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കും തോറും അത് ക്യാരി ചെയ്തു വരുന്ന എനർജി പതിയെ നഷ്ടപ്പെട്ടുകൊണ്ട് വരും. ഇതിനെയാണ് നമ്മൾ ഈ അറ്റന്വേഷൻ എന്നുണ്ട്, പവർ അറ്റന്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറ്റന്വേഷൻ ഇല്ലാതെ ഈ എനർജി ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു പ്രോഗ്രസീവ് വേർബ് എന്ന് വിളിക്കുന്നത്. അവിടുത്തെ വിശേഷണം ഹാർമോണിക് വേർബ് എന്നുള്ളതാണ്. ഹാർമോണിക് വേർബ് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ മോഷൻ. നമ്മൾ മീഡിയത്തിലെ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് വഴിയാണ് ഒരു വേവ് മുമ്പോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിളിന്റെ മോഷൻ ഹാർമോണിക് ആണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഹാർമോണിക് വേവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഏത് തരം മൂവ്മെന്റ് പാർട്ടിക്കിൾ മോഷൻ വഴിയാണോ ഈ വേവ് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്, ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്, ആ പാർട്ടിക്കിളിന്റെ മോഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു ഹാർമോണിക് വേവ് എന്ന് വിളിക്കും. അപ്പൊ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ വേവ് ക്യാരിഡ് ഔട്ട് ബൈ പാർട്ടിക്കിൾസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിച്ച് propagates without any loss of energy or without attenuation and has a plain verb front is called a plain progressive harmonic verb. അപ്പോൾ വേവ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ആ വേവിന്റെ ഒരു ഫോം പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടാവണം. അത് എന്തായിരുന്നു? y is equal to some function f of t minus x by v. ഓക്കെ. അവിടെ ആ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. കാരണം y എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു.
അത് വേവ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല, പാർട്ടിക്കിൾസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടുത്തെ y എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഹാർമോണിക് വേവ്സിന്റെ കേസിൽ ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ സ്വഭാവം നമുക്കറിയാം. എന്താണത്? പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ സ്വഭാവം ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കത് എങ്ങനെ എഴുതാം? വി ഹാവ് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദിസ് വിൽ ബി ഓഫ് ദ ഫോം, നമ്മൾ തൊട്ട് മുമ്പ് ഓസിലേഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്, y of t will be of the form an amplitude a sin omega t plus 5. അവിടെ നമ്മൾ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ എന്നാണ് എടുത്തു. ഇവിടെ നമുക്ക് സ്മോൾ എ എടുക്കുന്നതിനുള്ള വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഈ ഫേസ് ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ തൽക്കാലത്തെ സൗകര്യത്തിന് ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നിടത്തെല്ലാം ഈ ഫേസും കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്കിതിനെ എ സൈൻ ഒമേഗ ടി എന്ന് മാത്രമായിട്ട് എഴുതാം. ഓക്കെ, ഇതെന്താണ്? ഇത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ അത് വേവ് ആയിട്ട് മാറുമ്പോൾ എന്ത് മാറും? ഈ എഫിന്റെ സ്ഥാനത്ത് ആ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ആ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് ഇക്വേഷൻ y can be written as a sin, എന്താണ് ഇവിടെ ഒമേഗ ടിയുടെ സ്ഥാനത്ത് ഒമേഗ ഓഫ് ടി മൈനസ് എക്സ് ബൈ വി എന്നെഴുതാം അല്ലെ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഇക്വേഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് വെക്കാം. ഇതാണ് ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതിയത്. ഇതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഇൻവോൾവ് ആണ്. എങ്കിൽ ഹാർമോണിക് വേവ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷന് ഈ മാറ്റം വരും. നമ്മൾ നേരത്തെ വേവിന്റെ ജനറൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഉപയോഗിച്ച് അതേ ലോജിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് ആ ഫംഗ്ഷന്റെ ഫോമിൽ ഈ ടി മൈനസ് എക്സ് ബൈ വി വരുന്നത് നമ്മളവിടെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് പല പാരാമീറ്റേഴ്സും നമുക്ക് ഇതിനകത്ത് നിന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒമേഗയെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് 2π/t അല്ലെ. 2π/t, t ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് y ഈസ് ഈക്വൽ ടു a സൈൻ 2π/t ഇൻറ്റു t മൈനസ് എക്സ് ബൈ വി എന്നെഴുതാം. അതുപോലെ ചെറിയ ഈ ഇതിനകത്ത് ചില ബേസിക് ഇക്വേഷൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ചില ഇക്വേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് വി ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്തും വി എന്ന് പറയുന്ന വെലോസിറ്റിയും ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കുന്നു ചെയ്ത്, അല്ലെങ്കിൽ ഈ വിയും ന്യൂ ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി എൻ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് frequency, this is velocity, and this is wavelength. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് തമ്മിൽ നമുക്ക് ചില കണക്ഷൻസ് സൂചിപ്പിക്കാൻ കഴിയും. ഉദാഹരണത്തിന് n ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതുപോലെ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എൻ എന്ന് എഴുതാം. അതുപോലെ വി ഇൻറ്റു ഈ വി ബൈ എൻ, 1/n എന്ന് പറഞ്ഞാൽ 1 ഫ്രീക്വൻസി ടൈം പീരീഡ് ആണ്. അപ്പോൾ വി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതാം. ഇങ്ങനെ ക്വാണ്ടിറ്റീസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഒക്കെ എഴുതാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസിനെ ഒരുപാട് രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും എന്ന കാര്യം ആലോചിച്ച് വെക്കുക. അത് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഈ പരീക്ഷയ്ക്കൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത്രയും ഈ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള പരസ്പര ബന്ധം. പിന്നെ വേറൊരു ക്വാണ്ടിറ്റി ഇവിടെ പരിചയപ്പെടേണ്ടതുണ്ട്. അതിതാണ് കെ ഈസ് ഈക്വൽ ടു 2π/λ. ഇങ്ങനൊരു ക്വാണ്ടിറ്റിയും കൂടെ ഇവിടെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വേവ് വെക്റ്റർ എന്നാണ്. വേവ് വെക്റ്റർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെക്റ്റർ എന്ന് വിളിക്കും. അതിന് ഈ പറഞ്ഞതുപോലെ വേവ് ലെങ്തുമായിട്ട് കണക്ഷൻ ഉണ്ട്. കെ ഈസ് ഈക്വൽ ടു 2π/λ അങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ ഇക്വേഷൻസ് നമുക്ക് മോഡിഫൈ ചെയ്ത് നിങ്ങൾ പലയിടത്തും കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. നമുക്ക് ഇതിനെ വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ഈ ഇക്വേഷനകത്ത് ചെറിയ ചില മോഡിഫിക്കേഷൻസ് ഇവിടെയൊക്കെ വരുത്താം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു എ സൈൻ 2π × t/t മൈനസ്
എക്സ് ബൈ വി ടി, വി ഇൻറ്റു ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ കിട്ടും അല്ലേ, എക്സ് ബൈ ലാംഡ. ഇനി ഇതിനകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ സൈൻ 2π ബൈ ടി ലാം ഇൻറ്റു ടി മൈനസ് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ദിസ് വിൽ ഗിവ് യു എ സൈൻ വാട്ട് ഈസ് 2π ബൈ ടി, ദറ്റ് ഈസ് ഒമേഗ, എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഈ ഫോമിലും എഴുതാം. ഇതാണ് പൊതുവെ വേവ് ഇക്വേഷൻ എഴുതുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഫോം എന്ന് പറയുന്നത് y is equal to a sin ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന ഫോം. അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ വേവ് ഇക്വേഷനെ റെപ്രസെൻറ്റ്, വേവ് ടൈപ്പ് ഓഫ് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹാർമോണിക് വേവ്സിന് നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ്. ഓർ ഇൻ ജനറൽ കേസിൽ ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ അവഗണിച്ച ഒരു ക്വാണ്ടിറ്റിയും കൂടെ വരും. ദറ്റ് ഇസ് നത്തിങ് ബട്ട് ഫേസ്. y is equal to a sin ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ. ഇതാണ് വേവ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഫോമാണ്. ഇനി നമുക്ക് ഈ വേവ്സിൻ്റെ എനർജി ഡെൻസിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അതായത് എനർജി ഡെൻസിറ്റി, അതായത് നമ്മൾ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്സിനെ കുറിച്ച് മാത്രമാണ് ഇനി സംസാരിക്കുന്നത്. എനർജി ഡെൻസിറ്റി ഓഫ് വേവ്സ്, അത് നമ്മൾ നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എനർജി ക്യാരിഡ് ഔട്ട് ബൈ യൂണിറ്റ് വോളിയം. അതായത് നമ്മൾ ഒരു മീഡിയത്തിലൂടെ ഒരു പ്രോഗ്രസീവ് പ്ലെയിൻ വേവ് മൂവ് ചെയ്ത് പോകുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഓരോ പുതിയ പുതിയ റീജിയനിലേക്ക് ഈ വേവ് വരുന്നതോറും അതുവരെ സ്റ്റേഷനറി ആയിട്ടിരുന്ന അവിടുത്തെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സൈലൻസ് എന്ന് പറഞ്ഞാൽ എയർ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് അർത്ഥം. അതിലൂടെ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എന്ത് സംഭവിക്കുന്നു, ആ സൗണ്ട് വേവ്സ് എവിടെ എത്തുന്നുണ്ടോ അവിടുത്തെ പാർട്ടിക്കിൾസ് പുതിയതായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വെറുതെ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവർക്ക് തീർച്ചയായിട്ടും ഈ എനർജി വേണം. അതിൻ്റെ അർത്ഥം ഈ എനർജിയാണ് ആ വേവ്സിന് വൈബ്രേറ്റ് ചെയ്യാനുള്ള, ആ വേവാണ് എനർജി സപ്ലൈ ചെയ്യുന്നത്. വേവ്സിന് ഈ വേവ്സ് കടന്നു പോകുമ്പോൾ ആ എയർ മോളിക്യൂൾസിന് വൈബ്രേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് വേവ്സ് ആണ്. വേവ്സിന് ആ എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്, ആ വേവിൻ്റെ സോഴ്സ് ഏതാണോ ആ സോഴ്സിൽ നിന്നാണ് അതിൻ്റെ എനർജി കിട്ടുന്നത്. അതായത് പറഞ്ഞു തരുമ്പോൾ ഒരു വേവ് ഇങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ മീഡിയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ പ്രോപ്പഗേഷൻ ഓഫ് വേവ് മറ്റൊരു തരത്തിൽ നമ്മൾ എനർജി ട്രാൻസ്പോർട്ട് എന്ന് തന്നെയാണ് അവിടെ നേരത്തെ പറയുകയും ചെയ്തു. ഈ എനർജിയിൽ രണ്ട് തരം ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു പൊട്ടൻഷ്യൽ എനർജിയും ഒരു കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്കിത് രണ്ടും പരിഗണിക്കേണ്ടത്. അപ്പോൾ എനർജി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. എനർജി ക്യാരിഡ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് വോളിയത്തിൽ ക്യാരി ചെയ്യപ്പെടുന്ന എനർജി ആണ്. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, നമുക്കിനി അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സപ്പോസ് നമ്മൾ ഈ വേവ് പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന മീഡിയം, നമ്മൾ പരിഗണിക്കുന്ന ഒരു മീഡിയത്തിൽ എനർജി പ്രോപ്പഗേറ്റ് ചെയ്ത് പോകുന്ന പോർഷനിൽ ഒരു സിലിണ്ടറിക്കൽ സാമ്പിൾ നമ്മൾ പരിഗണിക്കും. സിലിണ്ടർ ഷേപ്പുള്ള ആ മീഡിയത്തിൽ ഒരു സിലിണ്ടർ ഷേപ്പുള്ള ഒരു സാമ്പിൾ, ഓക്കെ, സിലിണ്ടർ ഷേപ്പുള്ള ഒരു സാമ്പിൾ ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം. ഇതൊരു സിലിണ്ടറിക്കൽ സാമ്പിൾ ആണ്. ഈ സാമ്പിളിന്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെന്നുണ്ടെങ്കിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ 1 ആണ്. ഓക്കെ, യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, സോ വി കൺസിഡർ എ സിലിണ്ടർ ഓഫ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ദ മീഡിയം. ഇനി ഇതിനകത്ത് ഈ സിലിണ്ടറിന്റെ ഒരു ചെറിയ സ്ലൈസ്, ഒരു ചെറിയ പോർഷൻ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു വളരെ തിന്നായിട്ടുള്ള തിക്നെസ് കുറഞ്ഞ ഒരു ലെയർ, അതാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. സപ്പോസ് ഈ നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ് നമ്മൾ പരിഗണിക്കുന്ന സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷനുള്ള ഈ ചെറിയ സ്ലൈസ്. സപ്പോസ് ഇതിൻ്റെ തിക്നെസ്, ഈ ചെറിയ ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു സിലിണ്ടറിക്കൽ സാമ്പിൾ എടുത്തു.
അതിലൊരു ചെറിയ ലെയർ, ചെറിയ സ്ലൈസ്, ഡെൽറ്റ എക്സ് തിക്നെസ് ഉള്ള സ്ലൈസ് എടുത്തു. ഇനി ഇതിലാണ് നമ്മൾ ഈ എനർജിയുടെ ഇഫക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്ന് ഈ സ്ലൈസിന്റെ മാസ് എങ്ങനെ എഴുതാം? മാസ് ഓഫ് ദ സ്ലൈസ് എം ക്യാൻ ബി റിട്ടൺ ആസ്, സപ്പോസ് ഈ സാമ്പിളിന്റെ ഡെൻസിറ്റി റോ ആണ്. റോ ഇസ് ദ ഡെൻസിറ്റി. റോ സ്റ്റാൻഡ്സ് ഫോർ ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. അപ്പൊ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം അറിയാമെങ്കിൽ ഈ സ്ലൈസിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഇൻറ്റു വോളിയം വിൽ ഗിവ് യു, ഡെൻസിറ്റി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി വിൽ ഗിവ് യു ദ മാസ്. ഓക്കെ, പക്ഷെ നമുക്ക് റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി അറിയാം. വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു തിക്നെസ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ് ഇവിടെ? 1 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോളിയം വിൽ ബി 1 ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൻസിറ്റി റോ അല്ലെ. അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എം ഈസ് ഈക്വൽ ടു റോ ഡെൽറ്റ എക്സ് എന്നിട്ട്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ പാർട്ടിക്കിൾ വെലോസിറ്റി, ഈ സ്ലൈസിന്റെ വെലോസിറ്റി എന്തായിരിക്കും? വേവിന്റെ വെലോസിറ്റി തന്നെ ആയിരിക്കും. അത് ഇവിടുത്തെ പാർട്ടിക്കിൾ വെലോസിറ്റി dy/dt ആണ് അല്ലെ. കാരണം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ വെലോസിറ്റി എന്ന് പറയുന്നത്, ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y ആണെങ്കിൽ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് y എങ്കിൽ അതിന്റെ dy/dt ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി KE ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് mv² അല്ലെ. ഇതെന്താണ്? ഹാഫ് എമ്മിന്റെ സ്ഥാനത്ത് റോ ഡെൽറ്റ എക്സ്, വിയുടെ സ്ഥാനത്ത് dy/dt ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഫോം. ഇനി നമുക്ക് ഇതൊരു പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് ആണ് എന്നുണ്ടെങ്കിൽ വൈയുടെ സ്വഭാവം നമുക്കറിയാം അല്ലെ. അപ്പൊ വൈ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്, അതിനെ സംബന്ധിച്ചിടത്തോളം വൈയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു a സൈൻ ωt മൈനസ് kx എന്നെഴുതാം. ഓക്കെ, തൽക്കാലം ഫേസ് നമ്മൾ ഇവിടെ അവഗണിക്കുന്നു. ഇനി ഇവിടെ തൽക്കാലത്തെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഇവിടെ ചെയ്യുന്നു. a സൈൻ, ഈ k ഇങ്ങ് പുറത്തെടുക്കും, k ഇൻറ്റു ω/k ഇൻറ്റു t മൈനസ് എക്സ് എന്ന ഫോമിൽ. ഓക്കെ, ഈ ω/k എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടും. ω/k ഈസ് ഈക്വൽ ടു ω/2π/λ അല്ലെ. ω/2π/λ. ഇതെന്താണ് സംഗതി? ω/2π/λ എന്ന് പറയുന്നത്, ω/2π എന്ന് പറയുന്ന സംഗതി എന്താണ്? ω/2π എന്ന് പറയുന്നത് ഫ്രീക്വൻസി ന്യൂ ആണ്. ന്യൂ ഇവിടെ നമ്മൾ n എന്നെടുത്തു, n/λ അല്ലെ. ഫ്രീക്വൻസി ബൈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി v അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a സൈൻ k ഇൻറ്റു vt, വെലോസിറ്റി vt മൈനസ് എക്സ് എന്നെഴുതാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സിനെ സംബന്ധിച്ചിടത്തോളം y എന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം? Therefore kinetic energy can be written as half rho delta x into e a sin k vt minus x എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് dy/dt എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് dy/dt can be written as ഈ a sin k vt minus x ന്റെ dy/dt എടുക്കുമ്പോൾ നമുക്ക് a cos k vt minus x ഇൻറ്റു ഈ ടിയോടൊപ്പമുള്ള കോഎഫിഷ്യന്റ് k ഇൻറ്റു വി ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ വരും? ദാറ്റ് വിൽ കം ടു ബി k v a cos k ഇൻറ്റു vt മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ dy/dx ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഹാഫ് റോ dx ഡെൽറ്റ എക്സ് ഇൻറ്റു k സ്ക്വയർ v സ്ക്വയർ a സ്ക്വയർ കോസ് സ്ക്വയർ k ഇൻറ്റു vt മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് കൈനറ്റിക് എനർജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ജസ്റ്റ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ വോളിയം എന്താണ്? റോ, ഇവിടുത്തെ ഡെൽറ്റ എക്സ് ആണ് ഇവിടുത്തെ വോളിയം. കാരണം വോളിയം എന്ന് പറഞ്ഞാൽ
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു തിക്നെസ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 ആയതുകൊണ്ട് ഇവിടെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് KE/Δx. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് നേരത്തെ എഴുതിയ എക്സ്പ്രഷനിൽ നിന്നും ഈ Δx കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ദെൻ ദാറ്റ് യു വിൽ ഗെറ്റ് ഹാഫ് റോ K² V² A² cos square K into Vt minus x എന്ന എക്സ്പ്രഷനിലേക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ എനർജി? കാൽക്കുലേറ്റിംഗ് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഫോഴ്സ് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. പൊട്ടൻഷ്യൽ എനർജി U is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് y ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോഴ്സ് ഇവാലുവേറ്റ് ചെയ്യാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് m ഇൻറ്റു d²y/dt², കാരണം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ dy/dt ഇവാലുവേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് d²y/dt² കൂടെ ഇവാലുവേറ്റ് ചെയ്താലോ. ഇവിടെ d²y/dt² എന്ന് പറയുന്ന എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ഈ KVയെ cos K Vt minus x നെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് കോസിൻ്റെത് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സൈൻ ആണ് കിട്ടുക, പിന്നെ ഒരു മൈനസ് സൈൻ ആയിരിക്കും എന്നേ ഉള്ളൂ. സോ യു ഗെറ്റ് -k. ഈ ഇവിടുത്തെ ഒരു KVയും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരിക്കൽ കൂടെ വരും. അപ്പോൾ -K² V² A സൈൻ K Vt minus x എന്ന എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടുന്നു? ഫോഴ്സിന്റെ ഇക്വേഷൻ യു ഗെറ്റ് മാസിന്റെ സ്ഥാനത്ത് റോ ഇൻറ്റു Δx, ഓക്കെ, ഇൻറ്റു -K² V² A സൈൻ K Vt minus x എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഇത് സൈൻ ടേം ആയതുകൊണ്ട് ഇവിടെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇതൊരു സൈൻ ടേം ആയതുകൊണ്ട് വാട്ട് ഈസ് A സൈൻ K Vt minus x? A സൈൻ K Vt minus x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് y അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് റോ Δx ഇൻറ്റു മൈനസ് സൈൻ മൈനസ് റോ Δx K² V² y എന്ന് എഴുതാം. കാരണം ഈ A സൈൻ K Vt minus x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് y. അപ്പോൾ മൈനസ് റോ Δx K² V² y എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അപ്പോൾ അവിടുത്തെ ഫോഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഫോഴ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് dy, the small work done dw will be written as f into dy. തൽക്കാലം ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് ഡോട്ട് എന്നുള്ളത് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് y, സപ്പോസ് ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് y, മൊത്തം ഒരു ഡിസ്പ്ലേസ്മെന്റ് y ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് w ഇന്റഗ്രൽ ഫ്രം 0 to y f dy എന്ന് എഴുതാം. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ ഫ്രം 0 to y. എഫിന്റെ സ്ഥാനത്ത് നമുക്ക് നെഗറ്റീവ് റോ Δx K² V² y ഇൻറ്റു dy. ഓക്കെ, ബാക്കി y യെ അപേക്ഷിച്ചിട്ടുള്ള ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് റോയും Δx K² V² എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ യു ക്യാൻ റൈറ്റ് മൈനസ് റോ Δx K² V² ഇന്റഗ്രൽ 0 to y dy എന്ന് കിട്ടും. ഓക്കെ, ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to y dy എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to y y dy. ഇവിടെ ഒരു y ഉണ്ട്, എഴുതാൻ പറ്റുന്നതാണ്. y dy യുടെ ഇന്റഗ്രൽ y²/2 ആണ്. സോ ദിസ് യു വിൽ ഗെറ്റ് ഹാഫ് റോ Δx K² V² y². ഈ y²/2 ആണ് ഇവിടെ നമ്മൾ ഹാഫ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ്, നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് ഈസ് ഡൺ ഓൺ ദ സാമ്പിൾ. അതിനർത്ഥം എന്താണ്? ഈ വർക്ക്, ഈ വേവ് ആ സാമ്പിൾ ചെയ്യുന്നതായതുകൊണ്ട് ഇത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ക്യാപിറ്റൽ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ നമുക്ക് ആവശ്യമില്ല, കാരണം അത് വർക്ക് ഈസ് ഡൺ ഓൺ ദ സാമ്പിൾ എന്നുള്ളതാണ്. അവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എനർജി വിൽ ബി റോ ഡെൽറ്റ എക്സ് k square v square y square. Okay, now what about potential energy per unit volume? Potential energy per unit volume, say small letter u is equal to capital U divided by volume is delta x. Volume delta x ആണ്. അപ്പോൾ that will give you a result half rho delta x k square v square y square. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഇവിടെ ഉണ്ട് ശ്രദ്ധിക്കാവുന്നത്. ഈ വൈയുടെ എക്സ്പ്രഷൻ നമുക്ക് അതേപോലെ ഇവിടെ എഴുതാം. കാരണം y ഈസ് ഈക്വൽ ടു y ഈസ് എ സൈൻ കെ വി ടി മൈനസ് എക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. സോറി, ഇവിടെ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് പോവും. റോ കെ സ്ക്വയർ വി സ്ക്വയർ വൈ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ വൈ സ്ക്വയറിന്റെ സ്ഥാനം നമുക്ക് എന്തെഴുതാം? എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ ഇൻറ്റു വി ടി മൈനസ് എക്സ് എന്നെഴുതാം. സോ ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4. നമുക്കതെങ്ങനെ നോക്കാം. ഇക്വേഷൻ നമ്പർ 3യിൽ നമുക്ക് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ കെ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം നമുക്ക് ഇവിടെ സ്മോൾ ലെറ്റർ കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ വേവ് വെക്ടർ കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനൊരു കൺഫ്യൂഷൻ വരണ്ട. സോ ഇക്വേഷൻ നമ്പർ 3യിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. വാട്ട് ഇസ് ദിസ്? ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ കോ സ്ക്വയർ കെ വി ടി മൈനസ് എക്സ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ്? ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് എക്സ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 3 എന്തായിരുന്നു? ഇക്വേഷൻ 3 എന്ന് പറയുന്നത് ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ കോ സ്ക്വയർ കെ വി ടി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെയുള്ളത് ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് കോമൺ ടേംസ് എന്തൊക്കെയാണ്? ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു കോ സ്ക്വയർ കെ വി ടി മൈനസ് എക്സ് പ്ലസ് സൈൻ സ്ക്വയർ കെ വി ടി മൈനസ് എക്സ് അല്ലേ. വാട്ട് ഈസ് cos square theta plus sin square theta? It is nothing but 1 അല്ലേ. അപ്പോൾ it is half rho k square v square a square എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നു. സോ this is the total energy density of the sample. അതായത് ഈ വേവ് പ്രോപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് റോ കെ സ്ക്വയർ വി സ്ക്വയർ എ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ അത് വിശദമായിട്ട് എഴുതിയാൽ energy density can be written as half rho k square p square a square. ഇവിടെ വേറൊരു ടേംസിൽ വേണമെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. കാരണം ഈ കെ സ്ക്വയർ വി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? കെ സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2π by lambda. 2π by lambda ആണ് k. 2π by lambda the whole square into v square അല്ലേ. What is v by lambda? It is nothing but n, the frequency. അല്ലെങ്കിൽ ഇതിനെ 4
പൈ സ്ക്വയർ എൻ സ്ക്വയർ ഫ്രീക്വൻസി സ്ക്വയർ എന്നെഴുതും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ദിസ് ഇക്വേഷൻ കംസ് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 4 pi square by 2 will be 2 pi square. 2 pi square n square a square rho എന്ന് പറഞ്ഞൊരു ഇക്വേഷനിലേക്ക് നമ്മൾ കിട്ടും. അപ്പോൾ എനർജി ഡെൻസിറ്റി in terms of frequency you can write this as 2 pi square n square a square rho. So this gives you the expression for energy density of a plane progressive harmonic wave. ഓക്കെ, അപ്പോൾ ഈ എനർജി ഡെൻസിറ്റിക്ക് സമാനമായിട്ടുള്ള മറ്റൊരു ടേമാണ് എനർജി ഫ്ലക്സ് അല്ലെങ്കിൽ എനർജി കറന്റ്. അതെന്താ എനർജി ഫ്ലക്സ് ഓർ എനർജി കറന്റ്. വാട്ട് ഈസ് എനർജി ഫ്ലക്സ് ഓർ എനർജി കറന്റ്? The rate of transmission of energy across unit area of the wave front is called energy flux എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് ഒരു വേവ് പ്രോപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ വേവ് ഫ്രണ്ടിൻ്റെ യൂണിറ്റ് ഏരിയയിലൂടെ പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയാണ് എനർജി ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിന് ഈക്വൽ ആയിരിക്കും? എനർജി ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ദ എനർജി ഡെൻസിറ്റി into velocity of a wave. എനർജി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഈ എനർജി ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ദാറ്റ് ഈസ് 2 pi square a square n square rho into v. ഇതാണ് എനർജി ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ എനർജി കറണ്ടിൻ്റെ ഇക്വേഷൻ. കാരണം ഈ v എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വെലോസിറ്റിയുടെ അർത്ഥം എന്താണ്? The wave travels v distance in unit time. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ആയിരിക്കും സെക്കൻഡിൽ എനർജി ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നതിൻ്റെ റേറ്റ്. അതൊരു യൂണിറ്റ് ഏരിയയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 2 pi square a square n square എന്ന് പറയുന്നൊരു എക്സ്പ്രഷനിലേക്ക് എത്തും. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്തുള്ളത്, വാട്ട് ഈസ് ആൻ ഇൻറ്റൻസിറ്റി ഓഫ് വേവ്? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എനർജിയുടെ ഒരു എക്സ്പ്രഷനാണ്. വേവ് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എനർജി കൊണ്ടുപോകുന്നുണ്ട്. എനർജിയും കൂടെ ചേർന്നാണ് ആ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് പറയാം. അപ്പോൾ എത്രത്തോളം എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് രണ്ട് കാര്യങ്ങളിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രത്തോളം ഏരിയയിലാണ് ഈ എനർജി വന്ന് വീഴുന്നത്, അതുപോലെ എത്ര സമയമാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു എനർജിയെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഇൻസിഡന്റ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ എനർജി ഇൻറ്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഇൻസിഡന്റ് എനർജി. ആ വേവ് വന്നൊരു സ്ഥലത്ത് വീഴുമ്പോൾ അത് യൂണിറ്റ് ഇൻസിഡന്റ് എനർജി, ആ എനർജി എവിടെ വീഴുന്നതായിട്ടാണ്? യൂണിറ്റ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് ഏരിയയിൽ ആ വേവ് എത്ര എനർജി കൊണ്ട് വീഴ്ത്തുന്നു എന്നുള്ളതാണ് അവിടെ ആ വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് എന്ത് തന്നെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഫ്ലക്സ് 2 pi square a square n square rho v. It will be equal to the എനർജി കറണ്ട് ഓർ എനർജി ഫ്ലക്സ്. അതിനെയാണ് നമ്മൾ ആ വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, ഈ ഇൻറ്റൻസിറ്റിയിൽ ഒരു പ്ലെയിൻ വേവ് ആണെന്ന് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ഫ്രണ്ട് പ്ലെയിൻ ആയിരിക്കും അല്ലേ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പാരലൽ പ്ലെയിൻസ് ആയിരിക്കും. ഇതാണ് വേവ് ഫ്രണ്ട്സ് എങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ് വേവിൻ്റെ ഡയറക്ഷൻ എന്ന് കരുതുക. സോ ദിസ് ഈസ് വേവ് direction and this is wave front. ഓക്കെ, ഇത് അഡ്വാൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സെയിം എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നതെന്ന് കാണാം. ഓക്കെ, സെയിം എമൗണ്ട് ഓഫ് എനർജിയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻറ്റൻസിറ്റി പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്, അതായത് വേറെ എനർജി ലോസ് ഒന്നുമില്ല, അറ്റന്വേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ എത്ര ദൂരെ പോയാലും സെയിം എനർജി തന്നെ ആയിരിക്കും എല്ലായിടത്തും എത്തുന്നത്. പക്ഷെ ദർ ഇസ് എ ഡിഫറൻസ്.
എല്ലാ തരം വേവ്, പ്ലെയിൻ വേവ് അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? സപ്പോസ് യു ഹാവ് എ പോയിന്റ് സോഴ്സ് ഓഫ് വേവ്. ഓക്കെ, ഏറ്റവും നല്ല എക്സാമ്പിൾ ഒരു LED ബൾബാണ്. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ബേസിക്കലി ദേ ആർ സ്ഫിയേഴ്സ്. ഇപ്പോൾ ഒരു ലൈറ്റ്, ഒരു ബൾബ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്ഫെറിക്കലാണ്. കാരണം ഇതൊരു പോയിന്റ് സോഴ്സിന്റെ സിമെട്രി പരിഗണിക്കുമ്പോൾ വേവ് ഫ്രണ്ട് സ്ഫെറിക്കലാണ്. നമ്മൾ വരയ്ക്കുന്നത് സർക്കിൾസ് ആണെങ്കിൽ മനസ്സിൽ 3 ഡയമെൻഷനായിട്ട് ആലോചിക്കണം. കാരണം ദാറ്റ് ഈസ് സ്ഫെറിക്കൽ. എല്ലാ ഡയറക്ഷനിലേക്കും വേവ് പോകുന്നതുകൊണ്ട് ദാറ്റ് വിൽ ബി എ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഫോർ ദ പോയിന്റ് സോഴ്സ്. ഓക്കെ, വേവ് ഫ്രണ്ട് എപ്പോഴും സ്ഫെറിക്കൽ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് പ്രോപ്പഗേറ്റ്സ് റേഡിയലി ഔട്ട്വേർഡ്സ്. സപ്പോസ് ഈ സ്ഫെറിക്കൽ സെന്ററിൽ നിന്നും W എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു കരുതാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എല്ലാ ഡയറക്ഷനിലേക്കുമായിട്ട് W എമൗണ്ട് ഓഫ് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് കരുതാം. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഈ ദൂരേക്ക് പോകുന്നതോറും ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ അല്ലെങ്കിൽ ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഏരിയ വലുതായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇഫ് R is the radius of the wave front, its surface area will be equal to 4 pi r square. അല്ലെ, അപ്പോൾ കൂടുതൽ ദൂരേക്ക് പോകുന്നതോറും വേവ് ഫ്രണ്ടിന്റെ റേഡിയസ് കൂടും. വേവ് ഫ്രണ്ടിന്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ആ വേവ് ഫ്രണ്ടിന്റെ ഏരിയ പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സ്ക്വയർ എന്ന രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. അല്ലെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R റേഡിയസ് ഉള്ള ഒരു വേവ് ഫ്രണ്ടിൽ എത്തുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി എത്രയായിരിക്കും? The intensity at a wave front will be given by the total energy propagating from the center divided by the surface area of the wave front. അല്ലെ, അപ്പൊ വേവ് ഫ്രണ്ട് എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം അതിന്റെ സർഫസ് ഏരിയ വലുതാകും. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന്റെ ഇന്റൻസിറ്റി, അവിടെ എത്തുന്ന യൂണിറ്റ് ഏരിയയിൽ വരുന്ന ഇന്റൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ ഇന്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ അതിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഇന്റൻസിറ്റി എങ്ങനെ മാറുന്നു? ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഫെറിക്കൽ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്റൻസിറ്റി 1/r² ആണ്. അല്ലെ, സ്ഫെറിക്കൽ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? I is proportional to 1/r². അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? The radius, the amplitude A will be of the form a constant divided by r. അല്ലെ, അവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് itself will be including a 1/r term. എന്നാൽ മാത്രമേ ഇന്റൻസിറ്റി 1/r² അനുസരിച്ച് കൂടും. അപ്പൊ നമുക്ക് സ്ഫെറിക്കൽ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാം? Y can be written as A/r sin k into sin omega t minus kx. sin omega t minus kx. ഇത് സ്ഫെറിക്കൽ വേവ്സിന്റെ കേസിൽ മാത്രം ബാധകമായിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ദിസ് കൺക്ലൂഡ്സ് അവർ ഡിസ്കഷൻ അബൌട്ട് ദ വേവ് മോഷൻ. ഇതാണ് നിങ്ങളുടെ സിലബസിൽ വേവ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ് റൂം സെഷൻസ് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മളിന്ന് ആദ്യം തന്നെ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേവ്സിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് അതിൻ്റെ എനർജി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഡെറിവേഷൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എനർജി ഫ്ലക്സും എനർജി കറണ്ടും എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റൻസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഫെറിക്കൽ വേവിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് അതിൻ്റെ ഇന്റൻസിറ്റിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. Okay, so this is all about waves and oscillations. Okay, thank you.